സഞ്ചാരികളെ ഇതിലേ വരൂ എന്ന് സ്വാഗതം ചെയ്യുന്ന വിനോദസഞ്ചാര വകുപ്പ് ശംഖുമുഖത്തെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. പൊതുയിടങ്ങളിൽ നിന്നും തെരുവുനായകളെ തുരത്തണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ദിവസങ്ങളായി സംസ്ഥാനത്തെ പലയിടത്തും തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയാണ്. തിരുവനന്തപുരം ശംഖുമുഖം കടൽ തീരത്തെ അവസ്ഥയും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും തെരുവുനായകളെ പേടിക്കാതെ ശംഖുമുഖത്ത് ഒഴിവു സമയം ചിലവഴിക്കാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെരുവുനായയുടെ ശല്യം കാരണം ടൂറിസ്റ്റുകൾ പോലും കേരളത്തിലെത്താൻ ഭയപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. തെരുവു പട്ടികളുടെ ശല്യം കേരളത്തിൽ ഭയങ്കരമായി വർദ്ധിച്ചു. 3.5 ലക്ഷം മലയാളികളെ പട്ടികടിച്ചു. എന്താ ചെയ്യുന്നത് ഗവൺമെന്റ്? എത്ര പേരെ മരിക്കുന്നത്? ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നവരെ മരിക്കുകയാണ്. പേയിളകിയ പട്ടികൾ ഉൾപ്പെടെ കടിക്കുകയാണ്. എന്താ കേരളത്തിന്റെ സ്ഥിതി? ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുമോ? ഇതൊക്കെ ഒരു വാർത്തകളൊക്കെയായി ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും വന്ന് ഇത്രയും പട്ടി മലയാളിയെ കടിച്ച പട്ടിയുള്ള സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ വരുമോ? എന്താണ് സർക്കാർ ചെയ്തത്? ഒന്നും ചെയ്യുന്നില്ല. തെരുവുനായ ശല്യം ദിനംപ്രതി രൂക്ഷമാവുകയാണ്. വൈകുന്നേരങ്ങളിൽ സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സമയത്ത് തെരുവുനായകൾ അവർക്കിടയിലൂടെ വിഹരിക്കുന്നത് നമുക്ക് കാണാം. തെരുവുനായ ആക്രമിക്കുമോ എന്ന ഭീതി ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കുമുണ്ട്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം. നായകളുടെ കൂട്ടത്തെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തത് നാട്ടുകാരെയും സന്ദർശകരെയും ഒരുപോലെ ആശങ്കയിലാക്കുകയാണ്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകാത്തതിലും വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. ശംഖുമുഖത്ത് സുരക്ഷിത അന്തരീക്ഷം ഒരുക്കണമെന്നതാണ് സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. സുരക്ഷാ ജീവനക്കാരായ പോലീസുകാർക്ക് പോലും ബീച്ചിലെ തെരുവുനായകൾ തലവേദനയാണ് ദിനംപ്രതി ഉണ്ടാക്കുന്നത്. ജനം, തിരുവനന്തപുരം.